അന്താരാഷ്ട്ര കമ്പനിയായ IBMന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന് ഇപ്പോൾ കേരളമാണ്. 2022 അവർ കേരളത്തിൽ അവരുടെ കേന്ദ്രം കൊച്ചിയിൽ ആരംഭിക്കുന്ന കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ അവർ വ്യക്തമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വളരെയധികം വളരുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ AI IBMന്റെ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഇപ്പോൾ കേരളമാണ്, കൊച്ചിയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്ന് അവർ സുപ്രധാന കേന്ദ്രമായി കേരളത്തെ അവർ സെലക്ട് ചെയ്തിരിക്കുന്നു. കേരളത്തിന് വളരെ നിർണായകമാണ്. മാത്രമല്ല മറ്റു വലിയ കമ്പനികളും നമ്മുടെ സംസ്ഥാനത്തോട്ട് വരാനുള്ള സാധ്യത അതുകൊണ്ട് കൂടുകയാണ്. മാത്രമല്ല നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്, യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടാനുള്ള സാധ്യത കൂടി അതിന് കയറുകയാണ്. മാത്രമല്ല AI സെൻറ്റർ അവർ ആരംഭിച്ചതിന് ശേഷം, IBM ആരംഭിച്ചതിന് ശേഷം ഒരുപാട് പേരെയാണ് പുതിയ റിക്രൂട്ട് ചെയ്ത് ഏകദേശം 5000-ഓളം പേർക്ക് ഉയർന്ന വേതനമുള്ള തൊഴിൽ കൊച്ചിയിൽ കിട്ടുകയാണ്. അത്ര സുപ്രധാനമായൊരു നേട്ടമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു നേട്ടം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടും കഴിഞ്ഞ ആഴ്ചയാണ് IBMന്റെ ഏറ്റവും പുതിയ സെൻറ്റർ, ഇന്നോവേഷൻ സെൻറ്റർ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. അത്ര സുപ്രധാനമായ ഒരു കാര്യം നടന്നിട്ടും നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഭാഷ സംസാരിക്കുന്ന മാധ്യമങ്ങൾ, മലയാള മാധ്യമങ്ങൾ അതിന് വേണ്ടത്ര പരിഗണന കൊടുത്തില്ല. മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് വേറെ പലതിലുമാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും ദേശീയ മാധ്യമങ്ങൾ അത് സുപ്രധാനമായ ഒരു കാര്യമാണെന്ന രീതിയിൽ കണ്ടെത്തി അവർ വാർത്ത കൊടുത്തു, അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകുകയും ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ കൊടുക്കാത്ത പ്രാധാന്യമാണ് ദേശീയ മാധ്യമങ്ങൾ, ദേശീയ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ആ വാർത്തയ്ക്ക് കൊടുത്തത്. അത്ര സുപ്രധാനമായൊരു നേട്ടമായതുകൊണ്ടാണ് ആ വാർത്തയ്ക്ക് അത്ര പ്രാധാന്യം ദേശീയ മാധ്യമങ്ങൾ നൽകിയത്. ഈ കാര്യം ഇവിടെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള P. രാജീവ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യം പറയുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 2022 100 ജീവനക്കാർ, 2023 1000 ജീവനക്കാർ, 24 2500 ജീവനക്കാർ. കേരളത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ IBM കമ്പനിക്കുണ്ടായ വളർച്ചയും കമ്പനി കേരളത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അഭിമാനമേകുന്ന വസ്തുതയാണ്. ഒപ്പം ലോകത്തിലെ തന്നെ കമ്പനിയുടെ ഏറ്റവും വലിയ Gen AI ഇന്നോവേഷൻ സെൻറ്ററും ആരംഭിച്ചുകൊണ്ട് കേരളത്തിൽ 5000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് കമ്പനി. എന്നാൽ 1,67,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ലോകത്തിൽ തന്നെ 1-ാം നമ്പർ കമ്പനികളൊന്ന് കേരളത്തിൽ പ്രവർത്തനം വിപുലീകരിച്ചത് അറിയണമെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ വായിക്കണമെന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ചില മലയാള മാധ്യമങ്ങൾ വാർത്ത കൊച്ചി എഡിഷനിൽ മാത്രമായി ഒതുക്കി. ഈ നാട്ടിൽ ഒരു പെട്ടിക്കട പോലും പൂട്ടിപ്പോയാൽ മുൻ പേജിൽ വാർത്ത വരുമെന്നിരിക്കെ ആരംഭിച്ച MSME സംരംഭങ്ങളുടെ കാര്യം ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്താൻ അന്വേഷണാത്മക ജേർണലിസം നടത്താൻ തയ്യാറാണെന്നിരിക്കെ ആഗോള നിക്ഷേപ സംഗമത്തിന് മുൻപായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരമൊരു വലിയ മുന്നേറ്റം നാം ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൂടെയാണ് വായിച്ചറിയേണ്ടത്. ബംഗളൂരു എക്കണോമിക് ടൈംസ് എഡിഷനിലടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്ന വാർത്ത ഹിന്ദു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രമുഖ മാധ്യമങ്ങളും നല്ല പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. കേരളത്തിൽ നൂതന വ്യവസായങ്ങൾ കടന്നു വരുന്നതും അവർ വിപുലീകരിക്കുന്നതുമെല്ലാം അവഗണിക്കുന്നവർ ഈ നാടിൻ്റെ പൊതുബോധം പിന്തിരിപ്പനായി തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞാണ് അതിൻ്റെ വാക്കുകൾ അവസാനിക്കുന്നത്. ആ വാക്ക് വളരെ പ്രധാനമുള്ളതാണ്. കേരളത്തിൽ നൂതന വ്യവസായങ്ങൾ കടന്നു വരുന്നതും അവർ വിപുലീകരിക്കുന്നതുമെല്ലാം അവഗണിക്കുന്നവർ ഈ നാടിൻ്റെ പൊതുബോധം പിന്തിരിപ്പനായി തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നാണ് ഇവിടെ വ്യക്തമായിട്ട് രാജീവ് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളെ വിരൽ ചൂണ്ടിയാണ് അവിടെ രാജീവ് ഈ കാര്യം പറയുന്നത്. നാട് പിന്തിരിപ്പനായി തന്നെ തുടരണമെന്ന് പൊതുബോധം തുടരണമെന്ന് ആവശ്യമുള്ളവർ, അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനത്തെ വാർത്ത കൊടുക്കാത്തവരെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല നാട്ടിൽ ഏതെങ്കിലും ഒരു പെട്ടിക്കട പൂട്ടിപ്പോയാൽ പോലും മുഖപ്രസംഗവും ഫ്രണ്ട് പേജിൽ വാർത്തയും കൊടുക്കുന്നവർ, രാത്രി 8 മണിക്ക് അന്തിച്ചർച്ച വെക്കുന്നവർ, ഇങ്ങനത്തെ വളരെ സുപ്രധാനമായ ഒരു നേട്ടം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയെന്നുള്ള കാര്യം ആരും വാർത്തയാക്കില്ല, ചർച്ചയാക്കില്ല. ഒരു ചെറിയ ബോക്സിനകത്ത് പോലും വാർത്ത കൊടുക്കാൻ, സംസ്ഥാനം ഒട്ടാകെ വാർത്ത കൊടുക്കാൻ പലരും താല്പര്യപ്പെട്ടില്ല. കൊച്ചി എഡിഷനിൽ മാത്രം വാർത്ത കൊടുത്ത് ചില മാധ്യമങ്ങൾ കൈ കഴുകുകയും ചെയ്തു. അതുകൂടി ഇവിടെ വ്യക്തമായിട്ട് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പ് മന്ത്രി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സംസ്ഥാനം മുന്നേറുന്ന കാര്യം ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഇല്ലായിരുന്നെങ്കിൽ അതുപോലും പുറത്തു വരത്തില്ലായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടി ഇത്ര മികച്ച നേട്ടങ്ങൾ ഒരുപാട് വ്യവസായ രംഗത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് മികച്ച രീതിയിലാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലും ഒരു വാർത്തയായി കൊടുക്കാൻ, അതുപോലും ജനങ്ങളിലേക്ക് അറിയിക്കാൻ
ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ മുഖ്യധാര മലയാള മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല. അതുകൂടിയാണ് ഇവിടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്.